ഹേയ് ഹലോ ഗായ്സ്, ഇന്നത്തെ പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ളൊരു സീനിയർ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോവുക. സിസ്റ്ററിൻ്റെ വീട്ടിലെന്തോ ഒരു സിസ്റ്ററിൻ്റെ വീട്ടിലല്ല, ഇവിടെ എന്തോ ഒരു ഫെസ്റ്റിവലുണ്ട്. അപ്പം സിസ്റ്റർ ഞങ്ങളെ വീട്ടിലോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. അവളുമാർ ഒരുങ്ങിയില്ലെന്ന് നമുക്ക് നോക്കാം. ഗായ്സ്, നിങ്ങൾ ഒരുങ്ങിയോ? എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുക ഗായ്സ്. അപ്പം ഞാനും റെഡി ആയിട്ട് വരാം. ലെറ്റ്സ് ഗോ ഗൈസ്. എല്ലാവരും റെഡി ഇറങ്ങിയിട്ടുണ്ട്. നോക്ക് ഗൈസ്, എന്തിയാ ആതിര? ഓ, കരിഞ്ഞിരിക്കുന്നത് ഗൈസ്. അങ്ങനെ ഞങ്ങൾ 5 പേര് ഒരുങ്ങി ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഞങ്ങളുടെ കൂടെ 2 ചേച്ചിമാരും കൂടെ ഉണ്ട്. ചേച്ചിമാർക്ക് വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. പിന്നെ ചേച്ചിമാരും വന്ന് ഞങ്ങൾ ആദ്യം ഓട്ടോയ്ക്ക് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഞങ്ങൾ മാപ്പ് നോക്കിയപ്പോഴത്തേക്കിൽ 20 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം പിന്നെ ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നടന്നങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിൽ വഴിയൊന്നും മനസ്സിലാകാണ്ടായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കുറേ വഴികളുണ്ട്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരം മാപ്പൊക്കെ നോക്കി വഴി കണ്ടുപിടിച്ച് നടന്ന് ഞങ്ങൾ എവിടെയൊക്കെയോ എത്തിച്ചേർന്ന്. ഗൈസ്, മാപ്പ് നോക്കി വഴി തെറ്റി. ഇതിലേക്കൂടെയൊക്കെയോ ഒക്കെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ഇതിൽ കുറുക്ക് വഴികളുണ്ട് ഗൈസ്. അത് കാരണം നമുക്ക് പെട്ടെന്ന് വഴി മനസ്സിലാവത്തില്ല. ഞങ്ങളിങ്ങനെ മാപ്പ് നോക്കി മൊത്തവും തെറ്റി. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കറങ്ങിയൊക്കെ നടക്കുന്നുണ്ട്. ഗായ്സ്, ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയത് 7 പേരാണ്. മാപ്പ് നോക്കി നടന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ 3 പേര് വേറെ വഴിക്കും, ബാക്കിയുള്ളവർ ഏതോ വഴി കൂടെയൊക്കെ പോയി. അവസാനം ഞങ്ങൾ സിസ്റ്ററിനെ കണ്ടുപിടിച്ചില്ല, ഞങ്ങൾ സിസ്റ്ററിനെ വിളിച്ചു വരുത്തി. ആ സാരി എടുത്തതാണ് ഞങ്ങളുടെ സിസ്റ്റർ. അങ്ങനെ പിന്നെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ വീട്ടിൽ വന്നത് ഞങ്ങളുടെ അവിടെയുള്ള വേറെ സിസ്റ്ററാണ്. സിസ്റ്ററിന് 2 പിള്ളേരും ഉണ്ടായിരുന്നു, സിസ്റ്ററും ഉണ്ടായിരുന്നു, ഹസ്ബൻഡും ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പിള്ളേരുടെ കൂടെ കുറേ നേരം കളിയും ചിരിയൊക്കെ ആയി. അതുങ്ങളുടെ ഡാൻസ് കളിയും ചാട്ടവും കളിയൊക്കെ കണ്ട് അങ്ങനെ കുറേ നേരം അവിടെ അങ്ങനെ ഇരുന്ന്. കണ്ടില്ലേ ഗായ്സ്. അങ്ങനെ പിന്നെ അതുങ്ങളെയായിട്ട് കുറേ നേരം കളിച്ചും ചിരിച്ചും ഡാൻസ് കളിയും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ കുറേ നേരം സമയം പോയി. ആ കൊച്ചിനാണെ പോകാൻ താല്പര്യമില്ലായിരുന്നു. അതിനെ പിന്നെ സിസ്റ്റർ വിളിച്ചുകൊണ്ട് പോകും, അത് വീണ്ടും കയറി വരും, പിന്നെയും വിളിച്ചുകൊണ്ട് പോകും, അത് വീണ്ടും കയറി വരും. അങ്ങനെ കുറേ നേരം അതുങ്ങളെയൊക്കെ ആയിട്ട് കളിച്ച് ലാസ്റ്റ് പിന്നെ അവരൊക്കെ പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ മാത്രമായി. പിന്നെ ഞങ്ങൾ കുറേ നേരം ബെഡിൽ കയറി ഫോണും തോണ്ടി അങ്ങനെ ഇരുന്ന്. അത് കഴിഞ്ഞപ്പോഴത്തേക്കിൽ പിന്നെ ഇവിടെ 3 ഫ്ലോറായിട്ടാണ് ഗൈസ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഞങ്ങളുടെ അവിടുത്തെ ഹോസ്പിറ്റലിലെ സിസ്റ്ററും, ഏറ്റവും മേളിൽ 2ാമത്തെ ഫ്ലോറിൽ സിസ്റ്ററിൻ്റെ ചേച്ചി എന്തോ ആയിരുന്നു തോന്നുന്നു, ചേച്ചിയും. അതിൻ്റെ മേളിൽ ടെറസുമാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ വീട്ടിൽ മലയാളം ചാനലൊക്കെ തപ്പിപ്പിടിച്ച് കുറേ നേരം TV കണ്ടിരുന്ന്. അവിടുന്ന് പിന്നെ ഞങ്ങൾ സിസ്റ്ററിൻ്റെ ചേച്ചിയുടെ വീട് കാണാൻ മേളിൽ കയറി. അവിടെ ചെന്ന് അവിടെയും കുറേ നേരം TV ഒക്കെ കണ്ടിരുന്ന് അവരോട് സംസാരിച്ച് പിന്നെ താഴെ വന്ന് ഫുഡ് അടിയൊക്കെ ആയി. മേളിലോട്ട് കയറാനൊന്നും സമയമില്ലായിരുന്നു ഗൈസ്. മേളിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല വ്യൂ ഒക്കെ ഉണ്ടായിരുന്നു. ചേച്ചിമാർ പറഞ്ഞ് ഞങ്ങൾക്ക് മേളിലോട്ടൊന്നും കയറാൻ സമയമില്ലായിരുന്നു, വന്നിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകണ്ടായിരുന്നു. അത് കാരണം പിന്നെ മേളിൽ കയറി വീഡിയോ ഒന്നും എടുത്തില്ല. താഴെ വന്ന് ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ പായസം ഉണ്ടായിരുന്നു. ഗായ്സ്, നിങ്ങളോട് ഞാൻ ഫെസ്റ്റിവൽ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഫെസ്റ്റിവൽ ഇവിടെ ബോണലു എന്നാണ് ഇവിടെ പറയുന്നത്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആടില്ലേ ഗൈസ്, ആടിൻ്റെ തല മുറിച്ചിട്ട് അതിൻ്റെ രക്തമെടുത്ത് വീടിൻ്റെ മുക്കിലും മൂലയിലും റൂമിലും അവിടെ ഇവിടെയൊക്കെ കൊണ്ടൊഴിക്കും. എന്നിട്ട് തല എടുക്കത്തില്ല, ആ ബാക്കിയുള്ളത് ഇവർ കറി വെച്ചിട്ട് ഇവർ തന്നെ കഴിക്കും. അതാണ് സംഭവം. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഗൈസ്. ഞങ്ങൾ പോയത് ഇവിടെ നിന്നൊരു 5 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് പോയത്. അതിൻ്റെ വീഡിയോ അതൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ ആ പരിപാടികളൊക്കെ. ഞങ്ങൾ പിന്നെ ഇവിടെ നിന്ന് ചേച്ചിമാർക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു. ചേച്ചിമാരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നിന്ന് പോയപ്പോഴത്തേക്കും 5 മണിയൊക്കെ കഴിഞ്ഞ്. പിന്നെ അവിടെ ചെന്ന് അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് ഇറങ്ങി. ഗായ്സ്, അപ്പോൾ പരിപാടിയൊക്കെ ഞങ്ങൾ റൂമിലെത്തി.
ഇനി ഡ്യൂട്ടിക്ക് പോകാൻ റെഡിയാണ്, നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നത് വരെ ബൈ.